Hey guys, welcome to GJverse. This is me GJ. ഇന്ന് ഞാൻ കണ്ട പടം സുമതി വളവാണ്. ഡയറക്റ്റഡ് ബൈ വിഷ്ണു ശശി ശങ്കർ, റിട്ടൺ ബൈ അഭിലാഷ് പിള്ളൈ. സുമതി വളവ് മാളികപ്പുറം ചെയ്ത ആ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് സുമതി വളവ്. സോ ഇതിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അർജുൻ അശോകനാണ്. നായികയായിട്ട് ഒരു പുതുമുഖ നായിക വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അവർ ആ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നായകൻ അർജുൻ അശോകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് അർജുൻ അശോകന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സ്ക്രീൻ സ്പേസും ക്യാരക്ടറൈസേഷനും കൊടുത്ത് തന്നെയാണ് ഇവർ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സോ അഭിലാഷ് പിള്ള നന്നായിട്ട് ഈ സിനിമ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കാണിച്ച ഒരു അതിക്രമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി അഭിനയിച്ചു, അത് വേണ്ടായിരുന്നു, മഹാവൃത്തികേടായിട്ടുണ്ട്. ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറിന് കുറച്ച് പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം അഭിലാഷ് പിള്ള, മുകേഷിന്റെ മകൻ, പിന്നെ മാളികപ്പുറത്തിൽ അഭിനയിച്ച കൊച്ചുകുട്ടി, ഈ 3 പേരും ഈ സിനിമയിൽ വളരെ വലിയൊരു മിസ്കാസ്റ്റ് ആണ്. ഞാൻ അതെന്താണെന്നുള്ളത് പിന്നീട് പറയാം. സോ നമുക്ക് എന്തായാലും സമയം കളയാതെ റിവ്യൂയിലേക്ക് പോകാം. സോ ഈ സിനിമ കുറച്ച് നാളായിട്ട് നമുക്ക് ഇങ്ങനെ ട്രെയിലറും പാട്ടുകളും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ സിനിമ തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ കുറിച്ചാണെന്ന് മനസ്സിലായി. ഞാൻ ബേസിക്കലി ഒരു തിരുവനന്തപുരംകാരനാണ്. സോ എനിക്ക് സുമതി വളവിനെ കുറിച്ച് നല്ലപോലെ അറിയാം. ഞാൻ പണ്ട് അതിലെ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, രാത്രിയല്ല പകല്. സോ അവിടുത്തെ ഒരു കഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വഴി പോകുന്നവർ രാത്രി കാലങ്ങളിൽ അവിടെ ഒരു യക്ഷി പോലത്തെ ഒരു രൂപത്തെ കാണുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് അപകട മരണങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് സുമതി വളവ്. സോ ഇപ്പൊ അതങ്ങനെയൊന്നുമല്ല, ഇപ്പൊ ടാറിട്ട് നല്ല അടിപൊളി റോഡും സെറ്റപ്പും ഒക്കെയാണ്. പക്ഷെ ഈ സിനിമയിൽ കാണിക്കുന്ന സുമതി വളവ് ജസ്റ്റ് ആ ഒരു പേരും ആ ഒരു ബേസിക് ത്രെഡും എടുത്തിട്ട് അവർ പിന്നീട് അവരുടേതായ രീതിയിൽ കഥയുണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. സോ ആക്ച്വലി തിരുവനന്തപുരത്ത് നടന്ന സംഭവമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ വളവിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ഫുള്ള് അങ്ങനത്തെ ഒരു ഇമാജിനറി ഒരു സ്ഥലം തന്നെ വിചാരിച്ചു. ലോജിക്കലി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലം, ശരിക്കും ഭൂമിയിൽ ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ മണ്ടൻ പോലീസുകാരും കഴിവില്ലാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്ഥലമായിട്ട് അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീശ മാധവനിലെ ഈപ്പൻ പാപ്പച്ചിയെ പോലെ നമ്മുടെ ബോബി കുര്യൻ, അതായത് പണിയിലെ ഡേവി, വാറന്റ് ഡേവിയുടെ ക്യാരക്ടർ ചെയ്ത അദ്ദേഹം ഇതിനകത്ത് അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു പോലീസുകാരൻ്റെത്. പല രംഗങ്ങളിലും എനിക്ക് പഴയ മരിച്ചുപോയ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരനെ ഓർമ്മ വന്നിട്ടുണ്ട്. ആ സുകുമാരനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ചെയ്തത്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സോ ആ ഒരു ഭാഗത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടർ നന്നായിട്ട് ചെയ്തു. ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കാണിച്ച മനസ്സ് നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് സ്ക്രീനിൽ പല രംഗങ്ങളിലും സുകുമാരൻ തന്നെയാണോ അഭിനയിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രാമം, അവിടെ സ്ഥിരമായി അപകടങ്ങൾ നടക്കാറുള്ള ഒരു വളവ്, അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യക്ഷിക്കഥയുണ്ട്. അതെല്ലാ നാട്ടുകാരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ രാത്രി 8 മണിക്ക് ശേഷം അതിലേക്കൂടെ ആരും ട്രാവൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിനിടയിൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രേമം, കാര്യങ്ങൾ, പരിപാടി, അങ്ങനെ പോകുന്നു. പിന്നെ അവരും ആ ഒരു വളവും ഈ ചെറുപ്പക്കാരുടെ കൂട്ടവും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു. നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രശ്നമായി മാറുന്നു ആ വളവ്. അത് എങ്ങനെ, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണിത്. ആ വളവിന് ശരിക്കും യക്ഷിയുണ്ടോ, അതോ ആരെങ്കിലും ഇനി വെറുതെ വരുത്തി തീർക്കുന്നതാണോ എന്നൊക്കെയുള്ള ഫുൾ പരിപാടികളും നമുക്ക് ആ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അഭിലാഷ് പിള്ളയുടെ റൈറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവർ ആ ഒരു ജോണറിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹൊറർ കോമഡിയാണ് അവർ പറഞ്ഞിരിക്കുന്ന ജോണർ. ഇതും വളരെ രസമായിട്ടുള്ള ഒരു ഹൊറർ കോമഡിയാണ്. നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും ബോറടിക്കില്ല. ആവർത്തന വിരസത തോന്നാവുന്ന ഒരു സിനിമയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട്, അതായത് എപ്പോൾ ഹൊറർ സീൻ വേണമെങ്കിലും നമുക്ക് ആ വളവിൽ എത്തിക്കണം. സോ വളവിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ അവർ സ്റ്റോറി അങ്ങനത്തെ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവർത്തന വിരസത തോന്നാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഡയറക്ഷൻ മികവ് കൊണ്ട് അദ്ദേഹത്തിന്റെ വിഷ്ണുവിന്റെ ഡയറക്ഷൻ കാരണം നമുക്ക് ഒരു തരത്തിലും ബോറടിക്കാത്ത രീതിയിൽ, നമുക്ക് ആവർത്തന വിരസത തോന്നാത്ത രീതിയിൽ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാം. ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളുള്ള, സാധാരണ ഇപ്പം ഇത്രയും പാട്ടുകളുള്ള സിനിമകൾ വരുന്ന വളരെ കുറവാണ്. ഇതിൽ ശരിക്കും ഒരു കുറച്ച് പഴയകാല സിനിമ പോലെ ഒരുപാട് പാട്ടുകൾ, പിന്നെ കുടുംബം, നാട്ടുമ്പുറമായിട്ട് ബന്ധപ്പെട്ട ഒരു കാസറ്റ് കട, പിന്നെ ചായക്കട, അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ സിനിമയിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ ആ ഒരു മാളികപ്പുറത്തിൽ അഭിനയിച്ച ആ കൊച്ചുകുട്ടി ഇതിലേക്ക് വന്നപ്പോൾ പറ്റിയ പ്രശ്നം എന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ മാളികപ്പുറത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി വളരെ നല്ലൊരു കുട്ടിത്വമായിട്ട് നന്നായിട്ട് അഭിനയിച്ച നല്ല രീതിയിലുള്ള പെർഫോമൻസും ആയിരുന്നു. നമ്മളെല്ലാവരും കൈയടിച്ചതാണ്. പക്ഷെ അതിനുശേഷം അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര മെച്ചുവേർഡായിട്ട് അഭിനയിച്ച്, അല്ലെങ്കിൽ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്ത്, മേ ബി ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും, നമുക്കറിയില്ല. വളരെ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. സോ ആ ഒരു മെച്യൂരിറ്റി ലെവൽ ഓക്കെ, ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലാവശ്യം ഒരു കൊച്ചുകുട്ടിയെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചുവറായിട്ട് കാണിച്ച് സിനിമയിലോട്ട് വന്നപ്പോഴും മെച്യൂരിറ്റി ആയിപ്പോയി.
കാരണം ഒരു കൊച്ചുകുട്ടിയുടേതായ അഭിനയമല്ല, ഒരു ആൻറ്റി വന്നിരുന്ന് കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ വന്നിരുന്ന് അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. അത് ഭയങ്കര ഒരു എന്താ പറയുക, ആ സിനിമയെ വളരെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ രസമായി വരാമായിരുന്ന ഒരുപാട് മൊമെന്റ്സിനെ അത് റൂയിൻ ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. സോ അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ, ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക്കിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഈ പഴയ ആ ഒരു നാടൻ പാട്ടുകളുടെ ഒരു ചുവട് പിടിച്ച്, അല്ലെങ്കിൽ ഈ പുള്ളൻ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ പാമ്പിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. അത് വളരെ നന്നായിട്ട് രസമായിട്ട് അവർ അത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ വൃത്തികേടായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായി ഭയപ്പെടുത്തുന്ന രീതിയിലല്ല പ്രേതത്തെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ജംപ് സ്കെയർ ഉണ്ട്, ഞെട്ടിക്കുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ പ്രയത്നം കാണുമ്പോൾ നമുക്ക് അറപ്പ് നോക്കാൻ പറ്റില്ല. അങ്ങനത്തെ അറപ്പ് തോന്നുന്ന ഒരു രൂപമോ ഒന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ആരായിട്ട് വേണോ രൂപം മാറാൻ കഴിവുള്ള ഒരു യക്ഷി എന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അത് വർക്കൗട്ടും ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ സുരേഷ് ഗോപിയുടെ മകനാണ്. സുരേഷ് ഗോപിയുടെ മകൻ, അതായത് ഗോകുൽ സുരേഷ്, നമ്മുടെ ഞങ്ങൾ ഗുണ്ടകളല്ല, അയാളല്ല, ഗോകുൽ സുരേഷ് ഇതിനകത്ത് വന്ന് അടിപൊളി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ഓവർ ആവാതെ നമ്മുടെ സുരേഷ് ഗോപി തന്നെ ചെയ്തിട്ടുള്ള ചാക്കോച്ചി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടാളക്കാരന്റെ വേഷം, അത് വളരെ രസമായിട്ട് ആ ഒരു മഹേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ അപ്പു, അതായത് അർജുൻ അശോകന്റെ ഒരു സുഹൃത്തായിരുന്നു, പിന്നെ ചില സാഹചര്യങ്ങളാൽ പിരിഞ്ഞു പോകുന്ന ഒരു സുഹൃത്തായിട്ടുള്ള ക്യാരക്ടറാണ് ആ ഒരു മഹേഷ്. അതിൻ്റെ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഗസ്റ്റ് റോളുകളുണ്ട്. ഒരു പ്രധാന മലയാള നടി, കുറേ നാളായിട്ട് വിട്ടു നിന്ന ഒരു നടിയുടെ ഗസ്റ്റ് റോളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോകുമ്പോൾ കണ്ട് അത് ആസ്വദിക്കാവുന്നതാണ്. നല്ല രസമായിട്ട് അവരത് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു ഗ്രൂപ്പിന് ഇതിൽ നല്ലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ നെഗറ്റീവ്, മുകേഷിന്റെ മകൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മുകേഷിന്റെ മകൻ ഇതിനു മുമ്പ് കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. കല്യാണം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം. അതിൽ അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. എനിവേസ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും തൻ്റെ ഡോക്ടർ ഉദ്യോഗം തുടർന്നങ്ങ് പോയി. പിന്നെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നത് എനിക്കറിയില്ല. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് അഭിനയ സാധ്യത അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഒരു ക്യാരക്ടറാണ്. മേ ബി അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ പറയാലോ, ഒരു തരത്തിലും ആ ക്യാരക്ടർ വർക്കൗട്ട് ആയിട്ടില്ല. ഒരുപാട് ഞാൻ എന്താ ആ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. പക്ഷെ നിങ്ങൾ ആ സിനിമ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ ഒരു തരത്തിലും ആ നടനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പകരം ഒരുപാട് ആക്ടേഴ്സ് മലയാളത്തിലുണ്ട്. ദീപക് പറമ്പോല് പോലുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ആരെ വേണോ ഏൽപ്പിക്കാമായിരുന്നു അത് കുറച്ചുകൂടെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട്. സോ അതും എനിക്ക് ഫീൽ ചെയ്തു. അത്തരത്തിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉള്ളത് കൊണ്ട് ഈ സിനിമ അവിടെ ഇവിടെ ആയിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ തന്നെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് നശിപ്പിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ട് മാത്രം ഈ സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് അരോചകമായിട്ട് തോന്നും. അല്ലെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള കോമഡീസ്, അഡൽട്ട് ജോക്സ് ഒന്നുമില്ല കേട്ടോ. വളരെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുട്ടികൾ ഉൾപ്പെടെ കൊണ്ടുപോയി കാണാം. ഒരുപാട് പേടിപ്പെടുത്തുന്ന രംഗമല്ല, ഞാൻ പറഞ്ഞല്ലോ ജംപ് സ്കെയർ ഉണ്ട്, പക്ഷെ പേടിയാക്കുന്നു അങ്ങനെ, അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ തങ്ങി നിന്ന് വീട്ടിൽ പോയി പേടിക്കാവുന്ന അങ്ങനത്തെ ഒരു രംഗങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ജംപ് സ്കെയറുകൾ എല്ലാം അവരെ പറഞ്ഞതുപോലെ ഹൊറർ കോമഡി ആയിട്ടുള്ള നല്ലൊരു ഹൊറർ കോമഡി മൂവിയാണ്. സോ ഇതാണ് എനിക്ക് തോന്നിയൊരു അഭിപ്രായം. ഞാൻ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 3.5 കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളും തോന്നി, കുറച്ച് ഫോൾസും തോന്നി. ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് ഞാൻ 3.5 ആണ് കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഷെയർ ചെയ്തത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJverse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ JJ സൈനിങ് ഓഫ്. ബൈ.